പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ആമേൻ ആമേൻ സെപ്റ്റംബർ മാസം 23 തിങ്കളാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ല. ആ കൈകളെ ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് ഒന്ന് ഓർത്ത് നോക്കിയിട്ട് കഴിഞ്ഞ പൽക്കാലം നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കിയതിന് ശേഷം കർത്താവ് നടത്തിയത് ഓർത്തൊന്ന് സ്തോത്രം പറഞ്ഞിട്ട് കർത്താവെ നന്ദിയോടെ സ്തോത്രം, കർത്താവെ നന്ദിയോടെ സ്തോത്രം, കർത്താവെ നന്ദിയോടെ സ്തോത്രം, കർത്താവെ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അപ്പാ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. രാത്രികാലം നല്ല ഉറക്കം തന്നതിന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് കർത്താവിന് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. കർത്താവെ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യാം. തിരുവഴുത്തി പറയുന്നു, ഞാൻ കിടന്നുറങ്ങി യഹോവ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നു വിളിക്കും. നമ്മൾ ഉണർന്നതല്ല, കർത്താവ് നമ്മളെ ഉണർത്തിയതാണ്. ആ ഒരു ബോധ്യം ആമേൻ. സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം പറയാം. കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. ഞാൻ ഉണർന്നതല്ല, കർത്താവ് എന്നെ ഉണർത്തിയതാണ്. ആമേൻ. ഞാൻ എഴുന്നേറ്റതല്ല, കർത്താവ് എന്നെ എഴുന്നേൽപ്പിച്ചതാണ്. കർത്താവെ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ കരുണയ്ക്കായിട്ട് സ്തോത്രം, അങ്ങയുടെ ദയയ്ക്കായിട്ട് സ്തോത്രം, അങ്ങയുടെ വാത്സല്യത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. 147 സങ്കീർത്തനം 1 വാക്യത്തിൽ പറഞ്ഞു, യഹോവയെ സ്തുതിപ്പീൻ, നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടുന്നത് നല്ലത്, അത് മനോഹരവും സ്തുതി ഉചിതവും തന്നെ. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ. ആരും അശ്രദ്ധരായിട്ടിരിക്കാതെ പ്രാർത്ഥനയിൽ പങ്കാളികളാകുക. ആമേൻ. പ്രാർത്ഥന എന്ന് പറയുന്നത് സ്വർഗത്തിൻ്റെ വാതിലുകളെ തുറക്കുന്ന സമയമാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ പ്രശ്നങ്ങളുടെ പരിഹാരം തരുന്ന സമയമാണ്. അതുകൊണ്ട് പ്രാർത്ഥനയിൽ വളരെ ഇൻവോൾവ് ആയിരിക്കണം. പിതാവേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം. അപ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുവാൻ അങ്ങ് തന്നിരിക്കുന്ന ഈ സമയത്തിനായിട്ട് സ്തോത്രം. അവങ്കിലേക്ക് നോക്കിയോ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോകത്തില്ലെന്നുള്ള തിരുവെഴുത്ത് പ്രകാരം ഇന്ന് പ്രഭാതത്തിൽ ഈ പ്രഭാതത്തിൽ ആരൊക്കെ അങ്ങയുടെ മുഖത്തേക്ക് നോക്കിയോ അവരുടെ എല്ലാം മുഖം പ്രകാശിക്കട്ടെ. ആരുടെയും മുഖം ലജ്ജിച്ചു പോകാതെ എല്ലാവരുടെയും മുഖം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രകാശിക്കപ്പെട്ടിരിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ കർത്താവേ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. രോഗികളായി ആരൊക്കെയോ ഈ ശബ്ദങ്ങൾ കേൾക്കുന്നല്ലോ, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യത്തിൻ്റെ ശക്തി അവരുടെ മേൽ വ്യാപരിക്കട്ടെ. അമേൻ. ഒരു ഉടുപ്പിടുന്നത് പോലെ, ഒരു മേഘം വന്ന് മൂടുന്നത് പോലെ അമേൻ, ദൈവത്തിൻ്റെ ശക്തി തന്നെ കുഞ്ഞുങ്ങളെ അമേൻ ഇപ്പോൾ വന്ന് മൂടട്ടെ. രോഗത്തിൻ്റെ കെട്ടുകൾ പൊട്ടി സൗഖ്യമാകട്ടെ. പൂർണ്ണ ആരോഗ്യമുണ്ടാകട്ടെ. പ്രത്യേകിച്ച് അവൻ ക്യാൻസർ രോഗം വന്ന് കീമോതെറാപ്പിയൊക്കെ ചെയ്ത് ഭാരപ്പെട്ട് അതിൻ്റെ ബുദ്ധിമുട്ടിലിരിക്കുന്നവർ ഇപ്പോൾ നസ്രനായ യേശുവിൻ നാമത്തിൽ സൗഖ്യമാവുക, സൗഖ്യമാവുക, ആരോഗ്യം പ്രാപിക്കുക, സ്വസ്ഥത പ്രാപിക്കുക, പൂർണ്ണ വിടുതൽ പ്രാപിക്കുക. കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി തൻ്റെ മക്കളുടെ മേൽ വെളിപ്പെട്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവെ സൈനസൈറ്റിസിൻ്റെ പ്രോബ്ലത്താൽ നിരന്തരം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നവർ ഇപ്പോൾ നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ടോൺസലൈറ്റിസിൻ്റെ ബുദ്ധിമുട്ടിനാൽ നിരന്തരം ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ ഇപ്പോൾ നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പൂർണ്ണ ആരോഗ്യമുണ്ടാകട്ടെ. എല്ലാ വാതരോഗങ്ങളും ആർത്രൈറ്റിസിൻ്റെ രോഗങ്ങളും യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് കൈവിരലുകൾ കാൽവിരലുകളുടെ മേൽ നീർക്കെട്ടുണ്ടായി അമേൻ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. ചെവിക്കകത്ത് അത്ഭുതങ്ങൾ നടക്കട്ടെ. ചെവിക്കകത്ത് യേശുവിൻ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ബിസിനസ്സിൽ അമേൻ മുന്നേറാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്നവർ ഇന്ന് യേശു ക്രിസ്തു നാമത്തിലെ ബിസിനസ്സിനകത്ത് മുന്നേറ്റമുണ്ടാകട്ടെ. ഞങ്ങൾ അനുഗ്രഹിക്കുക, വഴികൾ തുറന്നു വരട്ടെ. അമേൻ. പുതിയ 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 വാതിലുകൾ യേശുവിൻ നാമത്തിൽ തന്നെ മക്കൾക്ക് വേണ്ടി ഓപ്പൺ ആകുന്നതിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവെ പഠിക്കുവാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ പഠിച്ചിട്ടും മനസ്സിലാകുന്നില്ല, പഠിക്കുവാൻ ഇൻട്രസ്റ്റ് ഇല്ല, പഠിക്കാൻ ഇരിക്കാൻ കഴിയുന്നില്ല. ആ അനുഭവങ്ങളെല്ലാം യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാകട്ടെ, പഠിക്കാനുള്ള ഉത്സാഹം ഉണ്ടാകട്ടെ, പഠിക്കാനുള്ള ആ ബുദ്ധി കുഞ്ഞുങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്തു. കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന അഭിഷക്ത ദാസിദാസന്മാരെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. അനേക പുതിയ വേലക്കാർ യേശുവിൻ നാമത്തിൽ എഴുന്നേൽക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. വൈകിട്ടത്തെ മീറ്റിങ്ങിനെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. കർത്താവിൻ്റെ വലിയ മഹിമ ഇന്നത്തെ മീറ്റിങ്ങിൽ വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അസാധാരണമായ മീറ്റിംഗായി മാറട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി എല്ലാ ഭവനങ്ങളിലും വെളിപ്പെടുവാൻ കാരണമാകണം.
പ്രാർത്ഥന കേട്ടതിന് നന്ദി. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം ആമേൻ 9:30 ഇന്ത്യൻ സമയം 9:30 നമ്മുടെ PM നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കും. നിങ്ങൾ പ്രാർത്ഥിച്ചല്ലോ. ഇന്നും പകൽക്കാലവും നിങ്ങൾ പ്രാർത്ഥിക്കണം. തക്ക സമയത്ത് നിങ്ങൾ ജോയിൻ ചെയ്യണം. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ റിലേറ്റീവ്സിനെയൊക്കെ നിങ്ങൾ അറിയിക്കണം. ഇങ്ങനൊരു മീറ്റിംഗ് കൊണ്ട് നിങ്ങൾ പങ്കെടുക്കാൻ പറഞ്ഞു. അവരൊരു പ്രാവശ്യം പങ്കെടുക്കട്ടെ. അവർക്ക് അനുഗ്രഹമായെങ്കിൽ അവർക്ക് തുടർന്ന് പങ്കെടുക്കാമല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത നന്മകളെ നിങ്ങൾ ഞങ്ങളെ അറിയിച്ചാൽ നമുക്കതിനായിട്ട് ഒന്നിച്ച് സ്തോത്രം പറയാൻ കഴിയും. കർത്താവ് അതിനായിട്ട് മുഖാന്തരങ്ങൾ ഒരുക്കട്ടെ. നിങ്ങൾക്ക് അത്യാവശ്യമായ പ്രാർത്ഥനാ വിഷയങ്ങൾ എല്ലാവരും കൂടെ ചേർന്നൊന്ന് പ്രാർത്ഥിക്കണം. വളരെ അർജൻറ്റാണ്. അങ്ങനെയുള്ള പ്രാർത്ഥനാ വിഷയങ്ങളും ഒരു ഓഡിയോ ക്ലിപ്പായിട്ട് അയച്ചു തന്നാൽ അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 2 Corinthians chapter number 12 അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ എഴുതി: യേശു അവനോട്, എൻ്റെ കൃപ നിനക്ക് മതി, ആമേൻ, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ സന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. അപ്പോൾ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ്റെ ആമേൻ നമുക്കറിയാം ഈ ഭാഗങ്ങൾ, ഇതിൻ്റെ കോണ്ടക്സ്റ്റ് എന്താണെന്ന് നമുക്കറിയാം. അപ്പോസ്തലൻ തൻ്റെ ശരീരത്തിലുണ്ടായ ബുദ്ധിമുട്ടുകൾ നിമിത്തം, തൻ്റെ ബലഹീനത നിമിത്തം 3 പ്രാവശ്യം പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറഞ്ഞതാ, യേശു അവനോട് എൻ്റെ കൃപ നിനക്ക് മതി. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. പൈസയല്ല, കുടുംബമല്ല, അല്ലെങ്കിൽ മറ്റൊന്നുമല്ല. ഈ ഒന്നുമില്ലെങ്കിലും ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ നമുക്ക് മുന്നേറാൻ കഴിയും. അപ്പം ഏതു ബലഹീനതകളെയും അതിജീവിക്കുവാൻ നമുക്ക് സഹായകമായത് ദൈവത്തിൻ്റെ കൃപയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ എന്ത് പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്, മുന്നോട്ട് പോകാൻ കഴിയാതെ ഭാരപ്പെടുക, തളർന്നിരിക്കുക, താളടിയാകുമോ എന്ന് ഭയപ്പെട്ടിരിക്കുക, ആമേൻ. പക്ഷെ ദൈവത്തിൻ്റെ കൃപയുണ്ടല്ലോ, ദ ഗ്രേസ് ഓഫ് ഗോഡ്, അത് നിങ്ങളുടെ എല്ലാ ബലഹീനതകളെയും കവർ ചെയ്ത്, എല്ലാ ബലഹീനതകളെയും പരിഹരിച്ച് നിങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ളതാണ് ദൈവത്തിൻ്റെ കൃപയെന്ന് പറയുന്നത്. ആമേൻ. കരമുയർത്തി ഒന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ കൃപ. ആമേൻ. എൻ്റെ ശക്തി, പൗലോസ് അപ്പോസ്തലനോട് പരിശുദ്ധാത്മാവ് പറയുക, എൻ്റെ ശക്തി, ദ പവർ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ശക്തി നിൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരും. അപ്പം നമുക്ക് എവിടെയെങ്കിലും ഒരു ബലഹീനതയുണ്ടെങ്കിൽ അവിടേക്ക് ദൈവത്തിൻ്റെ ശക്തി തികഞ്ഞു വരും. പക്ഷെ നമ്മൾ പറയണം, കർത്താവേ, എനിക്ക് അങ്ങനെ കൃപ മതി, എൻ്റെ ബലഹീനതയിലേക്ക് അങ്ങനെ ശക്തി വരണമെന്ന് പറയുമ്പോൾ, നിങ്ങൾക്ക് ജ്ഞാനം കുറവാണെങ്കിൽ അവിടേക്ക് ദൈവത്തിൻ്റെ ശക്തി വരും. നിങ്ങൾക്ക് ആരോഗ്യം കുറവാണെങ്കിൽ അവിടേക്ക് ദൈവത്തിൻ്റെ ശക്തി വരും. നിങ്ങൾക്ക് എന്ത് ബലഹീനതയുണ്ടോ, അല്ല നിങ്ങൾക്ക് പണം കുറവാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, സ്റ്റാറ്റസ് കുറവാണോ, എന്ത് തന്നെ ആയിക്കോട്ടെ, ധൈര്യമായിട്ടിരിക്കുക. യേശു നിങ്ങളുടെ കൂടെ ഉണ്ടോ, അവൻ്റെ ശക്തി നിങ്ങളിൽ ആവസിക്കുക തന്നെ ചെയ്യും. ആമേൻ. അവൻ്റെ ശക്തി നിങ്ങളിൽ ആവസിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തളരണ്ട, അതുകൊണ്ട് നിരാശപ്പെടേണ്ട. ആമേൻ, ആമേൻ, ആമേൻ. തളർന്ന് വീഴേണ്ട ആവശ്യമില്ല. പലരും തളർന്നങ്ങ് പോവാ, നിരാശപ്പെട്ടു പോകും. ഇങ്ങോട്ട് നോക്കി, യേശു നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നീ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. യേശു നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മൾ തളരേണ്ട ആവശ്യമില്ല. ആ യേശു ഉള്ള നമ്മൾ പ്രത്യാശയുള്ളവരായിരിക്കണം. യേശു ഉണ്ടെങ്കിൽ എന്തുണ്ട്? യേശുവിൻ്റെ കൃപ നമ്മുടെ കൂടെയുണ്ട്. യേശുവിൻ്റെ കൃപ നമ്മുടെ ബലഹീനതകളിൽ തികഞ്ഞു വരുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. ആമേൻ. ഏത് ബലഹീനത തന്നെ ആയിക്കോട്ടെ, ഒരു ദുർസ്വഭാവമായിക്കോട്ടെ, അതിനകത്തൊന്നും തിരിച്ചു വരാൻ കഴിയാതെ നിൽക്കുകയാണോ, പ്രാർത്ഥിച്ചേ. കൃപ ഇന്ന് നിങ്ങളെ സഹായിക്കും. യേശുവാകുന്ന കൃപ നിങ്ങളുടെ ബലഹീനതയ്ക്കകത്തുനിന്ന് പുറത്തു വരുവാൻ ആമേൻ നിങ്ങളെ സഹായിക്കും. ആമേൻ. ഒരു ക്രോണിക് സ്മോക്കറായ വ്യക്തി, ഒരു രീതിയിലും അദ്ദേഹത്തിൻ്റെ സ്മോക്കിംഗ് നിർത്താൻ കഴിയുന്നില്ല. അപ്പോൾ അദ്ദേഹം വിശ്വാസത്തിൽ വന്നിട്ടും അദ്ദേഹത്തിന് ആ ശീലം ഒഴിവാക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അദ്ദേഹം അവസാനം പറഞ്ഞു, പരിശുദ്ധാത്മാവേ, എനിക്ക് അങ്ങയുടെ കൃപ വേണം, എനിക്കിത് സ്റ്റോപ്പ് ചെയ്യാൻ. ആ നിമിഷം മുതൽ പിന്നെ സ്മോക്ക് ചെയ്യേണ്ട വന്നിട്ടില്ല. കാരണം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി തൻ്റെ ബലഹീനതകളിൽ ഇറങ്ങി വന്നു. നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കുന്നതിനും നമ്മൾ പ്രാക്ടീസ് ചെയ്തെടുക്കുന്നതിനും ആമേൻ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിനും ഒക്കെ സമയം വരും. എന്നാൽ ദൈവത്തിൻ്റെ കൃപ ഇൻസ്റ്റൻ്റായിട്ടാണ് നമ്മളെ ചേഞ്ച് ആക്കുന്നത്. ഗിദിയോൻ ഭയം കൊണ്ട് നിറഞ്ഞ മനുഷ്യനായിരുന്നു. ഗിദിയോൻ കരുവേലകത്തിൻ്റെ ചൂട്ടിലിരുന്നു കൊണ്ട് ഗോതമ്പ് മെതിച്ചുകൊണ്ട് ശത്രുവിനെ ഭയപ്പെട്ടിരിക്കുന്നവന്. എന്നാൽ ദൈവത്തിൻ്റെ കൃപ ഗിദിയോൻ്റെ മേൽ വന്നപ്പോൾ ഗിദിയോൻ ഒരു സെക്കൻഡ് കൊണ്ടാണ് ആൾ മാറിയവനായി തീരുന്നത്. ഗിദിയോൻ ഒരു ഭയങ്കര പോരാളിയായി മാറുന്നത് ഒരു സെക്കൻഡ് കൊണ്ടാണ്. ട്രെയിനിങ് കൊണ്ടല്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ടൈം ടേക്കിംഗ് പ്രോസസ്സൊന്നും അവിടെ സംഭവിച്ചില്ല. നിമിഷ നേരം കൊണ്ട് ഗിദിയോൻ ആരായി മാറി? ധൈര്യമുള്ളവനായി മാറി, ബലമുള്ളവനായി മാറി, ഒരു നല്ല പടയാളിയായി മാറി. ഇതാണ് ദൈവത്തിൻ്റെ കൃപയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇന്ന് പകൽക്കാലവും സഹോദര,
സഹോദരിയെ, മാതാവേ, പിതാവേ, കുഞ്ഞെ, നിൻ്റെ മേൽ ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കുക. നിൻ്റെ ബലഹീനത എന്ത് തന്നെയാണോ കർത്താവിനോട് പറഞ്ഞാട്ടെ. കർത്താവേ, ഞാൻ ബലഹീനനാണ്. കുടുംബത്തിൻ്റെ പ്രശ്നത്തിലാണോ നീ ബലഹീനനായിരിക്കുന്നത്? അതോ കുടുംബത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണോ നീ ബലഹീനനായിരിക്കുന്നത്? അതോ നിൻ്റെ ജീവിതത്തിലെ ചില പരാജയങ്ങൾ കാരണം നീ ബലഹീനനായിരിക്കുകയാണോ? അതോ ആരോഗ്യ പ്രശ്നത്തിൽ നീ ബലഹീനനായിരിക്കുകയാണോ? എന്ത് വിഷയത്തിൽ നീ ബലഹീനനായിരിക്കുന്നു? ഇന്ന് ആ 2 കൈ ഉയർത്തി സ്വർഗത്തിലേക്ക് നീട്ടിയിട്ട് പറ, അപ്പാ അങ്ങയുടെ കൃപ മതി എനിക്ക്. അപ്പാ എനിക്ക് അങ്ങയുടെ കൃപ മതി. അപ്പാ അങ്ങയുടെ കൃപ എനിക്ക് മതി. ആ കൃപ നിൻ്റെ ബലഹീനതകളെ മറച്ച് നിന്നെ ഒരു അത്ഭുതമാക്കി മാറ്റും കേട്ടോ. ഇന്ന് ഈ പ്രഭാതത്തിൽ അങ്ങനെ ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുക. ഒരു സ്പെഷ്യൽ ഗ്രേസ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ മേലും യേശുവിൻ നാമത്തിൽ അവൻ വ്യാപരിക്കുന്നതിനായിട്ട് സ്തോത്രം. അപ്പോൾ നമ്മുടെ ബലഹീനതകളിൽ തികഞ്ഞു വരുന്ന ദൈവത്തിൻ്റെ കൃപ. ബലഹീന എന്ന് പറഞ്ഞുകൊണ്ട് തളർന്നിരിക്കേണ്ട ആവശ്യമില്ല. ബലഹീന എന്ന് പറഞ്ഞുകൊണ്ട് പിന്മാറേണ്ട ആവശ്യമില്ല. ബലഹീന എന്ന് പറഞ്ഞുകൊണ്ട് കരയേണ്ട ആവശ്യമില്ല. ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവത്തിൻ്റെ കൃപയെ വെൽക്കം ചെയ്യുക. എന്നിട്ട് ഒരു അസാധാരണക്കാരനായി ജീവിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ അത്ഭുതമായി മാറും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, God bless you, God bless you.